Hello friends, welcome to Ajmal Solutions. Friends, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ അവസാനത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സാംസിന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത് നമുക്ക് ഓരോരോ ടൈപ്പിലേക്ക് മാത്രമായിട്ട് ഒതുക്കാൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസ്, ചിലത് നമുക്ക് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ അരിത്മെറ്റിക് പ്ലസ് അഡ്വാൻസ് കോഴ്സിനെ കുറിച്ച് കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് പറഞ്ഞിരുന്നു. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഞാൻ അതിനെക്കുറിച്ച് പറയുകയും അതോടൊപ്പം വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ടെലിഗ്രാം ചാനലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അരിത്മെറ്റിക് പ്ലസ് അഡ്വാൻസ് ആണ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അവസാന ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വർക്ക്സ് തരാണ്. ഒന്നുമില്ല, നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് ഓഫേഴ്സ് കാണാറുണ്ട് അല്ലേ. ബൈ 2 get 3, ബൈ 1 get 2, അങ്ങനെ ഒരുപാട് ഓഫർ കാണാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബൈ 1 get 1, ബൈ 2 get 3, ബൈ 2 get 3 ഫ്രീ, അങ്ങനെയുള്ള ഈ ഓഫറുകൾ, ഇതിൽ നമ്മൾ ഈ കടക്കാർ ഈ കൺസ്യൂമർക്ക് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ബൈ 1 get 1 അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഡിസ്കൗണ്ട്, ബൈ 2 get 3 ആണെങ്കിൽ എത്രയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, അങ്ങനെ ഈ 5 ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഓക്കെ, ആദ്യം ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ 5 ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലുമാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങളെല്ലാവരും തെറ്റിയാലും വേണ്ടിയില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്നത് വെച്ചിട്ട് നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A man bought a camera and paid 20% less than its original price. He sold it at 40% profit on the price he had paid. The percentage profit earned by him on the original price was. ഓക്കെ, ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് ഒറിജിനൽ ഒരു പ്രൈസ് ഉണ്ട്, അതിനേക്കാൾ 20% കൊടുത്തിട്ടാണ്, അതിനേക്കാൾ 20% കുറവ് കൊടുത്തിട്ടാണ് ഇയാൾ ഈ ക്യാമറ വാങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇയാൾ കൊടുത്ത വില ഉണ്ടല്ലോ, അതിൽ നിന്ന് അതിൻ്റെ 40% പ്രോഫിറ്റിന് ഇയാൾ എന്ത് ചെയ്തു, വിറ്റു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ പ്രൈസ്, അതായത് ഒറിജിനൽ പ്രൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാളെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒറിജിനൽ പ്രൈസ് ഉണ്ട്. ഒറിജിനൽ പ്രൈസ് നമ്മൾ സാധാരണ പോലെ 100 എടുക്കും. ഓക്കെ, അപ്പോൾ ഇയാളെ CP, ഇയാൾ എത്ര രൂപക്കാണ് വാങ്ങിയത്, അതായത് 20% ലെസ് ദാൻ ഒറിജിനൽ പ്രൈസ്. അപ്പോൾ ഒറിജിനൽ പ്രൈസ് 100 ആണ്. അപ്പോൾ ഇയാളെ CP, അപ്പോൾ ഇയാൾ വാങ്ങിയതെന്ന് പറയുന്നത് ഇതിനേക്കാൾ 20% കുറവ്, 100നേക്കാൾ 20% കുറവ് പറഞ്ഞാൽ 80 രൂപക്കാണ് വാങ്ങിയത്. ഓക്കെ, ഇയാൾ എത്രക്കാണ് വിൽക്കുന്നത്, ഈ സോൾഡ് ഇറ്റ് അറ്റ് 40% പ്രോഫിറ്റ് ഓൺ ദ പ്രൈസ് ഇയാൾ പേര്. ഇയാൾ എത്രക്കാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഇയാൾ എത്രക്കാണോ വാങ്ങിയത്, അതായത് അയാളുടെ CP, അതിനേക്കാൾ 40% പ്രോഫിറ്റ്. ഓക്കെ, അപ്പം ഇയാളെ സെല്ലിംഗ് പ്രൈസ് എത്ര വരാം, ഇതിൻ്റെ 40% കൂടുതൽ പറഞ്ഞാൽ 80ൻ്റെ 40% എത്ര, 10% എന്ന് പറഞ്ഞാൽ 8, 30% എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ 80നോട് 32 കൂട്ടിയാൽ 112 ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. ഇനി നമ്മൾ കാണേണ്ട പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ഹിം ഓൺ ദ ഒറിജിനൽ പ്രൈസ്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത്, ഒറിജിനൽ പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇയാൾക്ക് എത്ര ശതമാനമാണ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ ഒറിജിനൽ പ്രൈസ് 100 ഇയാളെ സെല്ലിംഗ് പ്രൈസ് 112. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര, 100 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താം, ഈ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് എഴുതാം അല്ലേ. എങ്ങനെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എത്ര, 100 ഉള്ളത് 112 ഇട്ടാൽ 12, CP 100 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 12%. ഇതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് 100 ആണെങ്കിൽ 112 രൂപ എന്ന് പറഞ്ഞാൽ 100ൻ്റെ 12% അല്ലേ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുക. ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലാർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് 4 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് 4 രീതിയിൽ നോക്കാം. ഒന്നാമത്, if books bought the price from rupees 150 to rupees 300 are sold at prices ranging from rupees 250 to 350. അതായത് 150 രൂപ മുതൽ 300 രൂപ വരെയുള്ള ബുക്കുകളുണ്ട്. അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. 150 രൂപ മുതൽ 300 വരെയുള്ള പ്രൈസ് കൊടുത്തിട്ടാണ് ഈ ബുക്കുകൾ വാങ്ങിയത്. അത് വിൽക്കുന്നത് എന്ന് പറയുന്നത് 250 മുതൽ 350 വരെ പ്രൈസ് അതിലാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ പ്രോഫിറ്റ് ദാറ്റ് മൈറ്റ് ബി മെയ്ഡ് ഇൻ സെല്ലിംഗ് 15 ബുക്സ്? 15 ബുക്ക് വിൽക്കുകയാണെങ്കിൽ കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? അപ്പോൾ ഈ റേഞ്ചിലാണ് സി പി വരുന്നത്. സി പി എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൻ്റെ സി പി എന്ന് പറയുന്നത് 150 മുതൽ 300 വരെ ആവാം. അതേപോലെ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 250 മുതൽ 350 വരെ ആവാം. അങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതാണ്. നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം? മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് വാങ്ങും, ഏറ്റവും കൂടിയ വിലക്ക് വിൽക്കും. അപ്പോഴുള്ള മാക്സിമം പ്രോഫിറ്റ് കിട്ടാം. അത്രേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ വിലക്ക് വാങ്ങും, ഏറ്റവും കൂടിയ വിലക്ക് വിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 15 ബുക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക? അതായത് ഗ്രേറ്റസ്റ്റ് പോസിബിൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 15 ബുക്ക് 150 റുപ്യക്ക് വാങ്ങും, 350 റുപ്യക്ക് വിൽക്കും. അപ്പോൾ ഒരു ബുക്കിന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 150ൻ്റെ സാധനം 350 വിറ്റാൽ 200 രൂപയാണ് ഒരു ബുക്കിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ 15 ബുക്ക് വിറ്റാൽ എത്ര വരും? 3000 റുപ്പീസ്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് കൂടിയ വിലക്ക് വിൽക്കണം. നമ്മൾ 15 ബുക്ക് 150 റുപ്യക്ക് വാങ്ങിയിട്ട് ഓരോ ബുക്കിന് 150 രൂപ വീതം വാങ്ങിയിട്ട് 15 ബുക്ക് 350 രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുക. ഒരു ബുക്കിന് കിട്ടുന്ന ലാഭം 200, 15 ബുക്കിന് കിട്ടുന്ന ലാഭം 3000 രൂപ. ഇനി ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റിന് പകരം ഗ്രേറ്റസ്റ്റ് ലോസ് എന്തായിരിക്കും? ഏറ്റവും ലോസ് ഉണ്ടായപ്പോഴാണ് ഏറ്റവും ലോസ് ഉണ്ടാകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയർ പ്രൈസ് അല്ലേ, ഹയസ്റ്റ് പ്രൈസിന് വാങ്ങിയിട്ട് ലോവസ്റ്റ് പ്രൈസിന് വിൽക്കും. 300 രൂപക്ക് വാങ്ങിയിട്ട് 250 രൂപക്ക് വിൽക്കും. അപ്പോൾ ഒരു ബുക്കിന് 50 രൂപ നഷ്ടം, 15 ബുക്കിന് 750 രൂപ നഷ്ടം. ഓക്കെ. ഇനി എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോ മാക്സിമം പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതിൻ്റെ സി പി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ കേസിലാണെങ്കിൽ എന്ത് വരും? ഈ കേസിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? ഇതിപ്പോൾ മാക്സിമം പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? അത് 15 ബുക്കായാലും എത്ര ബുക്കായാലും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താ വരാം? പ്രോഫിറ്റ് എത്രയാണ്? 200. സി പി എത്രയാണ്? 150 അല്ലേ? അല്ലേ? സി പി പ്രോഫിറ്റ് ആണ് 150 റുപ്യേൻ്റെ വസ്തു 350 വിൽക്കുക പറഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാണ്? 200 രൂപ. സി പി 150 × 100. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇപ്പോൾ 15 ബുക്ക് ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ 15 ക്യാൻസൽ ആയി പോകും, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അങ്ങനെ പല രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിനെ കൺസെപ്റ്റ് മനസ്സിലായാൽ മതി. നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം രൂപക്ക് വാങ്ങിയിട്ട് മാക്സിമം രൂപക്ക് വിൽക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈയുടെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ടെലിഗ്രാമിൽ ഒരു പോളായിട്ട് ഇട്ടിരുന്നു ടെലിഗ്രാം ചാനലിൽ. By what fraction selling price must be multiplied to get the cost price if the loss is 20%? 20% നഷ്ടമാണ്. അതിനർത്ഥം സി പി എത്രയാണ്? 5 ആണ്. എസ് പി എത്രയാണ്? അല്ലേ, 20% നഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് സി പി ആണ്, ഇത് ലോസ് ആണ്. അപ്പം എസ് പി 4 ആണ്. എന്താ ക്വസ്റ്റ്യൻ? ബൈ വാട്ട് ഫ്രാക്ഷൻ സെല്ലിംഗ് പ്രൈസ് മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് ദ കോസ്റ്റ് പ്രൈസ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് 4 ആണ്, കോസ്റ്റ് പ്രൈസ് 5 ആണ്. അപ്പോൾ 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5 കിട്ടുക? എത്ര? 5/4 അല്ലേ? 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടുക? 5/4. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമുക്കിപ്പോൾ 3 എന്ന് പറഞ്ഞ നമ്പർ 7 എന്ന് പറഞ്ഞ നമ്പർ ആവണമെങ്കിൽ ഞാൻ ഏത് നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടി വരാം? എനിക്ക് ഏത് നമ്പറാണോ ആവേണ്ടത് അതിനെ കൊണ്ട് ഗുണിക്കും. ആദ്യമുള്ള നമ്പർ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതല്ല സംഭവിക്കാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 4 5 ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം?
ഏതാണോ ആവേണ്ടത് അതുകൊണ്ട് ഗുണിക്കണം, ആദ്യമുള്ള നമ്പർ ഡിവൈഡ് ചെയ്യണം അല്ലേ. 5/4 കൊണ്ട് ഗുണിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7 9 ആവണം. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ 7 ആദ്യം ഏതാണോ ആവേണ്ടത് 9 അതുകൊണ്ട് ഗുണിക്കണം, എന്നിട്ട് ആദ്യമുള്ള 7 എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 9 ആയില്ലേ. അപ്പോൾ ഏത് വാല്യൂ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഫ്രാക്ഷൻ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് 100 എടുത്താലും മതി അല്ലേ. ഇപ്പോൾ 100 സി പി എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും, 20% നഷ്ടം എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 50 ആയിരിക്കും. അപ്പോൾ 80 100 ആണെങ്കിൽ എന്ത് ചെയ്യണം, എക്സ് 80 100 ആണെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം, 100/80 കൊണ്ട് ഗുണിക്കണം. അതിനാണ് എന്ത് 5/4. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏത് പെർസെൻറ്റേജ് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഓൺ സി പി ചോദിച്ചാലും, ഇനിയിപ്പം 20% ലോസ് ഓൺ എസ് പി എന്ന് ചോദിച്ചാലും, ഏത് രീതി ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഫ്രാക്ഷൻ മെത്തേഡ് അറിയാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ പർച്ചേസ് എ റേഡിയോ അറ്റ് 9/10 ഓഫ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് 8% മോർ ദാൻ ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്. ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് ഈസ്. ഓക്കെ, ഒരാൾ പർച്ചേസ് ചെയ്തത് 9/10 ഓഫ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഇയാളെ സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ ഇയാളെ സി പി എത്രയാണ്, ഇയാളെ സി പി എന്ന് പറയുന്നത് 9/10. അയാൾ വാങ്ങിയത് ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ 9/10, 100ൻ്റെ 9/10 എന്ന് പറഞ്ഞാൽ എത്ര, 100ൻ്റെ 9/10 എന്ന് പറഞ്ഞാൽ എത്ര, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 90 ആണ് അല്ലേ. 100ൻ്റെ 9/10 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ ഇയാളെ സി പി 90 ആണ്. പിന്നെ എന്താ ചെയ്തത്, ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് 8% മോർ ദാൻ ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 100, അതിനേക്കാൾ 8% കൂടുതൽ. അപ്പോൾ ഇയാൾ വിറ്റ് എത്ര, 108. അങ്ങനെയാണെങ്കിൽ ഇയാളെ ഗെയിൻ പെർസെൻറ്റേജ് എത്ര, ഇയാളെ സി പി, ഇതാണ് ന്യൂ എസ് പി. ഓക്കെ, സി പി 90 ആണ്, ഇയാളെ ന്യൂ എസ് പി 108 ആണ്. അപ്പോൾ ലാഭം എത്ര, 18 സി പി ഇൻറ്റു 100, 2 times 10 times = 20%. അല്ലേ, 10% 9 ആണ്, 20% 18 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുത്തു, ആദ്യം 9/10 ഓഫ് ഇറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഇവിടെ 100 എടുത്തു സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ സി പി എത്ര ആയിരിക്കും, അതിൻ്റെ 9/10 എത്ര, 90 ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്തത് ആദ്യമുള്ള സെല്ലിംഗ് പ്രൈസിനേക്കാൾ 8% കൂടുതൽ. അപ്പോൾ 100 ആണെങ്കിൽ 108, 108-നാണ് വിറ്റത്. അപ്പോൾ 90 രൂപയുടെ വസ്തു 108-ന് വിറ്റു, 18 രൂപ ലാഭം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി. പ്രോഫിറ്റ് 18 ആണ്, സി പി 90 ആണ്. അപ്പോൾ 18/90 × 100 is equal to 20%. Okay. A shopkeeper buys 2 cameras at the same price. He sells one camera at a profit of 18% and the other at a price 10% less than the selling price of the first. Okay. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവല്ലോ, ചെയ്തിട്ടുണ്ടാവില്ല, കിട്ടിയില്ല ആൻസർ. ഓക്കെ, അപ്പോൾ 2 ക്യാമറ ഒരേ പ്രൈസിനാണ് വാങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്യാമറേൻ്റെ കോസ്റ്റ് പ്രൈസ് 100 ആണ്, രണ്ടാമത്തെ ക്യാമറേൻ്റെ കോസ്റ്റ് പ്രൈസും 100 ആണ്. ഇനി ഹി സെയിൽസ് 1 ക്യാമറ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 18%. അപ്പോൾ 100 രൂപയുടെ ക്യാമറ 18% ലാഭത്തിന് വിൽക്കണമെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും, 100ൻ്റെ 18% 18, അപ്പോൾ 118 ആണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. രണ്ടാമത്തത് ആൻഡ് അതർ അറ്റ് എ പ്രൈസ് 10% ലെസ് ദാൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ഫസ്റ്റ്. ഇപ്പോൾ രണ്ടാമത്തത് വിൽക്കുന്നത് ഒന്നാമത്തതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 118, അതിനേക്കാൾ 10% കുറവാണ്. ഓക്കെ, അപ്പോൾ 118-നേക്കാൾ 10% കുറവെന്ന് പറയുമ്പോൾ 118 ഇതിൻ്റെ 10% എത്ര, 11.8. ഞാൻ പറഞ്ഞില്ല 10% ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഒരു പോയിന്റ് ഇട്ടാൽ മതി, 11.8 കുറയ്ക്കാം. അപ്പോൾ എന്ത് വരും, 260. ഓക്കെ, അപ്പോൾ എന്ത് വരും, 106.2 ആണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ, ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ്. അപ്പം അയാളുടെ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഇയാൾക്ക് 18 രൂപയാണ് ലാഭം, ഇവിടെ ഇയാൾക്ക് എത്ര ലാഭം, 100 106.2, അപ്പോൾ 6.2 ലാഭം. അപ്പോൾ ടോട്ടൽ ലാഭം എത്രയാണ്, 18ഉം 6.2ഉം 24.2 ലാഭം. നമ്മളോട് ചോദിച്ച ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണല്ലേ. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ 18 രൂപ ലാഭം, ഇവിടെ 6.2 രൂപ ലാഭം. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 24.2 ആണ് ടോട്ടൽ ലാഭം. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ബൈ ടോട്ടൽ സി പി ഇൻറ്റു 100 ആണ്. ടോട്ടൽ സി പി എത്രയാണ്, 100ഉം 100ഉം എത്ര, 200 ഇൻറ്റു 100. ഓക്കെ, 2 0 ക്യാൻസലായി. 24.2 എന്ന് പറഞ്ഞാൽ 12.1%.
അതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cost price of 2 dozen bananas is 32 rupees. ഓക്കെ, അപ്പോൾ 2 ഡസൻ ബനാനൻ്റെ വില 32 രൂപ. ഓരോ ഡസൻ 32 അല്ല, ടോട്ടൽ 2 ഡസൻ്റെ വില 32 രൂപയാണ്. ഓക്കെ, ആഫ്റ്റർ സെല്ലിംഗ് 18 ബനാനാസ് അറ്റ് ദ റേറ്റ് ഓഫ് 12 per dozen. ഇതിപ്പോൾ സെല്ലിംഗ് പ്രൈസ് നോക്കണേ, 18 ബനാന വിറ്റു. ഇത് വിൽക്കുന്നത് 12 per dozen ആണ്. 12 per dozen. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 12 per dozen എന്ന് പറഞ്ഞാൽ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം അല്ലേ. 12 എണ്ണത്തിന് 12 രൂപ നിരക്ക്. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര? 1 രൂപ. 18 എണ്ണത്തിന് 18 രൂപ. 18 ആയിട്ടോ. ഇനി എന്താ ഉള്ളത്? ഷോപ്പ് കീപ്പർ റെഡ്യൂസ്ഡ്. അത് കഴിഞ്ഞപ്പോൾ 18 ബനാന വിറ്റപ്പോൾ ഷോപ്പ് കീപ്പർ റെഡ്യൂസ് ദ റേറ്റ് ടു 4 per dozen. അപ്പം ഇനി ബാക്കി എത്ര ഉണ്ട്? 2 ഡസൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 24 ബനാന ഉണ്ട്. അതിൽ 18 എണ്ണം വിറ്റു. ഇനി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 എണ്ണം വിൽക്കുന്നത് റേറ്റ് ടു 4 per dozen ആണ്. ₹4 per dozen. ആലോചിച്ച് നോക്കി, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ബനാന. 12 ബനാനക്ക് 4 രൂപ. 6 ബനാന എന്ന് പറഞ്ഞാൽ ഹാഫ് ഡസൻ അല്ലേ. ഡസന് 4 രൂപയാണെങ്കിൽ ഹാഫ് ഡസൻ എത്ര? 2 അല്ലേ. അല്ലെങ്കിൽ 12 ബനാനക്ക് 4 രൂപയാണെങ്കിൽ 6 ബനാനക്ക് എത്ര രൂപയാണ്? 2 രൂപ. ക്ലിയർ ആണോ? 6 ബനാനക്ക് 2. ഇവിടെ 18 എണ്ണത്തിന് 18 രൂപ, 6 എണ്ണത്തിന് 2 രൂപ. എന്താ ചോദിച്ചാൽ എന്താ പെർസെൻറ്റേജ് ലോസ് അല്ലേ. അപ്പോൾ ഇയാൾക്ക് ആകെ ചിലവായത് എത്ര രൂപയാണ്? ഇയാളുടെ ടോട്ടൽ സി പി എന്ന് പറയുന്നത് 32 ആണ്. ടോട്ടൽ എസ് പി എത്രയാണ്? ഇവിടെ 18ഉം ഇവിടെ 2ഉം ഈസ് ഈക്വൽ ടു 20. അങ്ങനെയാണ് ഇയാളെ ലോസ് പെർസെൻറ്റേജ് എത്ര? ലോസ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ലോസ് ബൈ സി പി ഇൻറ്റു 100. ലോസ് എത്ര? 32, 20. ലോസ് എത്രയാണ്? 12 അല്ലേ. സി പി എത്രയാണ്? 32 100. ഓക്കെ, ഇത് എത്ര വരും? 12 എന്ന് പറയുന്ന സമയത്ത് 3 × 4 അല്ലേ, 8. 3/8 എന്ന് പറഞ്ഞാൽ 37.5%. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമോ, ക്വസ്റ്റ്യനിലുള്ള ഒരു ടേമാണ്. അതായത് ഇവിടെ നോക്കാം, ഷോപ്പ് കീപ്പർ റെഡ്യൂസ്ഡ് ദ റേറ്റ് ടു ₹4 per dozen. അതായത് റേറ്റ് എന്ത് ചെയ്തു? 4 രൂപ per dozen ആക്കി എന്നാണ് 2 എന്ന് പറഞ്ഞാൽ. അതേസമയം ഇങ്ങനെ ഉണ്ടാവും ക്വസ്റ്റ്യൻ, ഷോപ്പ് കീപ്പർ റെഡ്യൂസ് ദ റേറ്റ് ബൈ ₹4 per dozen എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബൈ എന്ന് പറയുന്ന അല്ലേ, 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 രൂപ per dozen ആക്കി എന്നാണ് ഈ കേസിൽ. ഇനി ബൈ എന്നാണ് പറയുന്നത്, അതായത് ഷോപ്പ് കീപ്പർ റെഡ്യൂസ് ദ റേറ്റ് ബൈ 4 എന്ന് പറയുന്ന സമയത്ത് ഓക്കെ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ആദ്യം 12 per dozen ആയിരുന്നു, ഇപ്പം എന്താവും? 4 കുറഞ്ഞിട്ട് 8 rupees per dozen എന്നുള്ള സംഭവമാണ്. അത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, റെഡ്യൂസ്ഡ് 2 എന്ന് പറയുന്ന സമയത്ത് 4 രൂപ per dozenലേക്ക് മാറ്റി എന്നാണ്. റെഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 രൂപ കുറച്ചു എന്നാണ്. ഇപ്പം ഡസന് 4 രൂപ കുറച്ചു വന്നു. അപ്പോൾ ആദ്യം 12 ആണ്, ഇപ്പോൾ 8. ക്ലിയർ അല്ലേ? സംഭവം മാത്രം മനസ്സിലാക്കിയാൽ മതി, ബാക്കിയൊക്കെ സിമ്പിളാണ്. ഓക്കെ, എ ഡീലർ bought a horse at 20% discount on its original price. He sold it at 40% increase on the original price. എല്ലാം പ്രൈസ് ആണ്. ഓക്കെ, വാട്ട് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഡിഡ് ഹി ഗെറ്റ്? ഓക്കെ, ഒറിജിനൽ പ്രൈസിന് 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഒറിജിനൽ പ്രൈസ് നമ്മൾ എന്തായിട്ട് എടുക്കും? 100 ആയിട്ട് എടുക്കും. അപ്പം സി പി എന്ത് വരും? ഇയാൾ വാങ്ങിയത് ഇതിനേക്കാൾ 20% കുറവിലാണ്. അപ്പോൾ സി പി 80 ആണ്. ഈ സോൾഡ് ഇറ്റ് അറ്റ് 40% ഇൻക്രീസ് ഓൺ ദി ഒറിജിനൽ പ്രൈസ്. അപ്പോൾ അതിൻ്റെ എസ് പി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസിനേക്കാൾ 40% കൂടുതലാണ്. അപ്പോൾ എത്ര? 140. കഴിഞ്ഞു. പെർസെൻറ്റേജ് പ്രോഫിറ്റ് സി പി 80 ആണ്, എസ് പി 140 ആണ്. പ്രോഫിറ്റ് എത്രയാണ്? 60. പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. 3 times 4 times 3/4 എന്ന് പറഞ്ഞാൽ 75%. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നേരത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പ്രൈസ് എടുത്തു, അപ്പോൾ അയാൾ വാങ്ങിയത് അതിനേക്കാൾ 20% കുറവാണ്. അപ്പോൾ സി പി 80 അല്ലെങ്കിൽ ഡിസ്കൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾ വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പ്രൈസിനേക്കാൾ 40% കൂടുതൽ. അപ്പോൾ 100ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 40 കൂടുതൽ അല്ലേ. 100ഉം 40ഉം 140നാണ് അയാൾ വിറ്റത്. അങ്ങനെയാണ് അയാൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 80ൻ്റെ വസ്തു 140ന് വിറ്റാൽ 60 രൂപ ലാഭം. 60/80 × 100. ക്ലിയർ? ഓക്കെ, a milkman buys some milk. If he sells it at ₹5 a liter, he loses ₹200.
But when he sells it at rupees 6 per liter, he gains rupees 150. How much milk did he purchase? 5 രൂപ പെർ ലിറ്റർ നിലയ്ക്ക് വിറ്റാണെങ്കിൽ 200 രൂപ നഷ്ടമാണ്. 6 രൂപ പെർ ലിറ്ററിന് വിറ്റാൽ 150 രൂപ ലാഭമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ സപ്പോസ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ് ലിറ്ററാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസിൽ ഞാൻ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 1 ലിറ്ററിന് 5 രൂപ. അപ്പോൾ 2 ലിറ്ററിന് 10 രൂപ. എക്സ് ലിറ്ററിന് 5x രൂപ അല്ലേ? ക്ലിയർ അല്ലേ? 1 ലിറ്ററിന് 5 രൂപ, 2 ലിറ്ററിന് 2 × 5, 3 ലിറ്ററിന് 3 × 5, എക്സ് ലിറ്ററിന് x × 5 അല്ലെങ്കിൽ 5x. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ്? 200 രൂപ നഷ്ടമാണ്. അപ്പോൾ എൻ്റെ CP എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അല്ലേ? ഇനി when he sells it at rupees 6 per liter, അപ്പോൾ ഞാനിത് എക്സ് ലിറ്ററാണ്, 1 ലിറ്ററിന് 6 വെച്ച് വിറ്റാൽ ഞാൻ എത്രയൊക്കെ വിൽക്കുന്നത്? 6x. അപ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എനിക്ക് സംഭവിക്കുന്നത് പറഞ്ഞാൽ 150 രൂപ ലാഭം. ഓക്കെ, അപ്പം ഈ 5xഉം 6x - 5x എന്ന് പറഞ്ഞാൽ എത്ര? ഇത് നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ 200, 150, 350 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 350 ആണ്. അതായത് 350 ലിറ്ററാണ് ഞാൻ വാങ്ങിയത്. അത്രേ ഉള്ളൂ. ഇതെന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 2 കേസിലും നമുക്ക് എന്ത് സെയിം ആണ്? 2 കേസിലും നമുക്ക് കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. ക്ലിയർ അല്ലേ? 2 കേസിലും നമുക്ക് കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. കോസ്റ്റ് പ്രൈസ് ഇക്വേറ്റ് ചെയ്താൽ മതി. CP = CP ആക്കിയാൽ മതി. ഫസ്റ്റ് കേസിൽ എന്താ വരിക? ഫസ്റ്റ് കേസിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ സെല്ലിംഗ് പ്രൈസ് 5x ആണ് പ്ലസ് 200 ആണ് അല്ലേ? കാരണം ഞാൻ 5xന് വിൽക്കുന്ന സമയത്ത് എനിക്ക് 200 രൂപ നഷ്ടമാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5xനേക്കാൾ 200 രൂപ കൂടുതലായിരിക്കും. അത് തന്നെയാണ് രണ്ടാമത്തെ കേസിലെ കോസ്റ്റ് പ്രൈസും. രണ്ടാമത്തെ കേസിലെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 6xന് വിൽക്കുന്ന സമയത്ത് എനിക്ക് 150 രൂപ ലാഭമാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 6xനേക്കാൾ 150 കുറവാണ്. ഇത് ചെയ്താൽ എന്ത് വരും? x വരും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ പറഞ്ഞാൽ ഇതിനിടയിലുള്ള ഡിഫറൻസ് ഒക്കെ 1 ആണ് അല്ലേ? 1 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. ഇത് -200 ആണ്, ഇത് +150 ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 350 കിട്ടും. അതാണ് സംഭവം. അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sadish marks his goods 25% above cost price but allows 12.5% discount for cash payment. If he sells the article for rupees 875, find his cost price. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ല, എക്സ് ആണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 25% എബോവ് കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 125, 100. കോസ്റ്റ് പ്രൈസിനേക്കാൾ 25% വരെ. ഇനി എന്ത് ചെയ്യുന്നത്? ബട്ട് അലോസ് 12.5% ഡിസ്കൗണ്ട്. 12.5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 87.5%. അല്ലെങ്കിൽ 7/8 എനിക്കിവിടെ നമ്മളിത് പഠിച്ചുകൊണ്ടില്ലേ? 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പോൾ 12.5% ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഇത് ഡിസ്കൗണ്ട് ആണ്. ഇതെന്താണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7 വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? 87. അങ്ങനെ തന്നെ ഇരിക്കും. കാരണം ഇവിടെ 875 ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ 87.5%. ഓക്കെ, അതാണ് എന്ത്? 875. ഓക്കെ, അപ്പോൾ ഇതും എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? എത്ര വരും? ഇവിടെ 10 വരും അല്ലേ? 87.5ഉം 875 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 10 വരും. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇത് 5 ടൈംസ്, ഇത് 4 ടൈംസ്. ഓക്കെ, ഈ 5ഉം ഇത് ക്യാൻസൽ ചെയ്താൽ 20 ടൈംസ്. x is equal to 4 × 20 80, 80 × 10 800. 800 ആണ് സി. ഒരൊറ്റ ലൈനിൽ അങ്ങ് എഴുതാനുള്ളൂ. ഫുൾ ക്യാൻസൽ ചെയ്ത് പോകും. 87.5 ഇവിടെ 875 ഉണ്ട് അല്ലേ? 10 ടൈംസ് അല്ലേ? 87.5 × 10 അല്ലേ? 875. ക്ലിയർ? ഒന്നുമില്ല, ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ നോക്കി. രാധാ മാർക്സ്. ഈ ക്വസ്റ്റ്യന് കഴിഞ്ഞ, അതായത് 2018 CGL ടയർ 2 ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത ആളുകൾക്ക് അറിയാം. രാധാ മാർക്സ് ഹെയർ ഗുഡ്സ് 25% above cost price. She sells 35% of goods at the market price, 40% at 15% discount and the remaining. ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഇതിന് മുന്നേ ചെയ്തൊരു ടൈപ്പ് ഉണ്ട്. ഏതിൽ? പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് കാണാം. പാർട്ട് ഫോർമുല എന്നൊരു സംഭവം നമ്മൾ ചെയ്തിരുന്നു. നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളുകളാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? ആ സെയിം സംഭവം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടിൻ്റെ എന്തെങ്കിലും കേസിൽ നെറ്റ് ഡിസ്കൗണ്ട് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം.
അത് ഉപയോഗിച്ച് ചെയ്താൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കുക, രാധ മാർക്സ് ഹെർ ഗുഡ്സ് 25% എബോവ് കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ 100 സി പി എങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 125. ഇതല്ലേ ഇതിൻ്റെ അർത്ഥം? ഇനി എന്താ ചെയ്യുന്നത്? അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, പല രീതിയിലാണ് കൊടുക്കുന്നത്. 35% ഡിസ്കൗണ്ട് ഒന്നും ഇല്ല, 40% 15% ഡിസ്കൗണ്ട്, റിമൈനിങ്ങിന് 20% ഡിസ്കൗണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നെറ്റ് ഡിസ്കൗണ്ട് എത്താന്ന് പറഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നെറ്റ് ഡിസ്കൗണ്ട് ഞാൻ കാണാൻ വേണ്ടി ഞാൻ പാർട്ട് ഫോർമുല അപ്ലൈ ചെയ്യും. എന്താ ഫസ്റ്റ് കേസ് പറഞ്ഞത്? 35% ഗുഡ്സ് മാർക്കറ്റ് പ്രൈസിന് വിറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ 35% ഗുഡ്സ് മാർക്കറ്റ് പ്രൈസിന് വിറ്റെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എത്രയാണ്? 0. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്ലസ് 40% ഞാൻ വിറ്റത് എത്രക്കാണ്? അതായത് 40% ഞാൻ വിറ്റത് 15% ഡിസ്കൗണ്ടിനാണ്. ഓക്കെ, ഇനി എനിക്ക് ബാക്കി എത്ര ഉണ്ട്? 35 40 കഴിഞ്ഞാൽ 75ആയി. ഇനി ബാക്കി എത്ര ഉണ്ട്? 25. അപ്പോൾ 25% ഞാൻ വിറ്റത് 20% ഡിസ്കൗണ്ട്. അങ്ങനെയാണ് എൻ്റെ ടോട്ടൽ ഡിസ്കൗണ്ട് എത്ര? ഇത് 0 ആയി. ഇത് എത്ര വരും? ഇതെന്ന് പറയുന്നത് 40. ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാം. 6. ഇത് എത്ര വരും? 5 times 5. അതായത് എനിക്ക് എന്ത് മനസ്സിലായി? 11% എൻ്റെ ടോട്ടൽ ഡിസ്കൗണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? 125 11% ഡിസ്കൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. സെല്ലിംഗ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. എനിക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര പ്രോഫിറ്റ് എന്ന് മനസ്സിലായില്ലേ? മനസ്സിലാവും. അപ്പോൾ ഈ 125ൻ്റെ 11% കാണാൻ എന്താ ചെയ്യേണ്ടത്? 125ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.5. 1% എന്ന് പറഞ്ഞാലോ 1.25. ഞാൻ പറഞ്ഞില്ലേ, 10% കാണാൻ ഒരു പോയിന്റ് ഇടാം, 1% കാണാമെങ്കിൽ 2 പോയിന്റ് ലെഫ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 5 7 13.75. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 125 നിന്ന് മൈനസ് 13.75 ചെയ്യണം. അപ്പോൾ എനിക്ക് എത്ര വരും? 125 നിന്ന് 13 വർഷം എത്ര വരാം? 12. പിന്നെ ഒരു 0.75 വർഷമായി 112 മൈനസ് 111.25 വരും അല്ലേ. അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 111.25 ആണ്. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 100ൻ്റെ വസ്തു 111.25 വിറ്റു. അപ്പോൾ 11.25%. അതാണ് എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞത് രാധ മാർക്സ് ഹെർ ഗുഡ്സ് 25% എബോവ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഞാൻ CP 100 എടുത്തു, എൻ്റെ മാർക്കറ്റ് പ്രൈസ് 125. ഇനി അവർ പറയുന്നത് എങ്ങനെയാണ് അവർ ഡിസ്കൗണ്ട് എടുത്തത്? 35% ഓഫ് ഗുഡ്സ് മാർക്കറ്റ് പ്രൈസിന് വിറ്റു, അതായത് 0% ഡിസ്കൗണ്ട്. 40% ഓഫ് ദ ഗുഡ്സ് 15% ഡിസ്കൗണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ബാക്കിയുള്ളത് പറഞ്ഞാൽ 25% ഉണ്ടാവും, അത് 20% ഡിസ്കൗണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പാർട്ട് ഫോർമുല യൂസ് ചെയ്തിട്ട് മൊത്തം ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടി 11% ടോട്ടൽ ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 125ൻ്റെ 11% കുറച്ചു. 125ൻ്റെ 11% എന്ന് പറഞ്ഞാൽ 125ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 12.5 ആണ്. 1% എന്ന് പറഞ്ഞാൽ 1.25 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എനിക്ക് 11% കിട്ടും, അതായത് 13.75. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 125 നിന്ന് 13.75 കുറക്കണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 111.25 കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇതാണ് CP, ഇതാണ് SP. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11.25. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 11.25 ബൈ 100 ഇൻറ്റു 100 അല്ലേ. 100 എന്നുള്ള ഡിഫറൻസ് ആണ് പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും. അപ്പോൾ 11.25%. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് CGL 2018 ടയർ 2 ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, a shopkeeper sells a table and chair for ₹6200 and ₹2600 respectively. In this process, his total profit is 10%. If he sells the table for ₹6000 and the chair at the cost price, then his total profit is 12.5%. Find cost price of the chair. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? എ ഷോപ്കീപ്പർ സെൽസ് എ ടേബിൾ ആൻഡ് എ ചെയർ ഫോർ ₹6200 and ₹2600. അതായത് ടേബിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് 6200, ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് 2600. അപ്പം സെല്ലിംഗ് പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറയുന്നത് 6200 ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ചെയർ എന്ന് പറയുന്നത് എത്രയാണ്? 2600 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടെണ്ണത്തിൻ്റെയും ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് അല്ലെങ്കിൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 6200 2600 കൂടെ 8800 ആണ്. ഇൻ ദിസ് പ്രോസസ് ഈസ് ടോട്ടൽ പ്രോഫിറ്റ് ഈസ് 10%. ഓക്കെ, അപ്പം
ഈ 8800 വിൽക്കുന്ന സമയത്ത് 10% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ 10% പ്രോഫിറ്റ് ആണ് എന്താ, ഞാൻ എഴുതുന്നത് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് CP 10 SP 11 അപ്പോൾ 11ന്റെ വിലയാണ് 8800. അപ്പോൾ 10ന്റെ വില എത്രയായിരിക്കും? ഇത് ഇൻറ്റു 800 ഇത് ഇൻറ്റു 800 എത്ര? 8000. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിനെ കൂടി CP എന്ന് പറയുന്നത്, ടോട്ടൽ CP എന്ന് പറയുന്നത് 8000. അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ടോട്ടൽ CP X ആണെങ്കിൽ അതിൻ്റെ 110% 8800. ഈ സംഭവം തന്നെയാണ്, ഇത് നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുള്ളൂ. ഇത് ക്യാൻസൽ ചെയ്യാം. 11 8 0 0 ക്യാൻസൽ ചെയ്തു. 80 × 100 8000. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ രണ്ടെണ്ണത്തിന് ടോട്ടൽ CP എനിക്ക് 8000 കിട്ടി. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? if he sells the table for ₹6000. അപ്പം രണ്ടാമത്തെ കേസ് SP2 എന്ന് കൊടുക്കാം. അതിൽ എൻ്റെ ടേബിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് 6000 ആണ്. ആൻഡ് ദ ചെയർ അറ്റ് ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ചെയറിൻ്റെ CP ആണ്. CP ഓഫ് ദി ചെയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് ഈസ് 12.5%. വളരെ എളുപ്പമായി. കാരണം എന്താ അറിയോ, ഇവിടെ നമുക്ക് ടോട്ടൽ CP 8000 ആണ്. അപ്പോൾ എനിക്ക് 12.5% ലാഭം കിട്ടണമെങ്കിൽ ഞാൻ എത്രയ്ക്ക് വിൽക്കണം? 12.5% എന്ന് പറഞ്ഞാൽ എന്താ? 1/8. അപ്പോൾ ഇതിൻ്റെ 1/8 ആണ് എൻ്റെ പ്രോഫിറ്റ്. 8000ത്തിന് 1/8 എന്ന് പറഞ്ഞാൽ എത്ര? 1000. അപ്പോൾ എൻ്റെ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ന്യൂ SP എന്ന് പറയുന്നത് 9000 രൂപയാണ്. എങ്ങനെ കിട്ടിയ മനസ്സിലായില്ലേ? അതായത് 12.5% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പോൾ 8000ൻ്റെ 1/8 എന്ന് പറഞ്ഞാൽ 1000. അപ്പം ന്യൂ SP എന്ന് പറയുന്നത് 9000 ആണ്. അതിൽ ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6000 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എന്തായിരിക്കും? ടേബിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6000 ആണ്. അപ്പം ബാക്കിയുള്ള എന്താണ്? ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസ് 3000. മാത്രമല്ല ഈ ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത്? ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസും ചെയറിൻ്റെ കോസ്റ്റ് പ്രൈസും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ചെയറിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര? അതിലെ ക്വസ്റ്റ്യൻ 3000. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം കൃത്യമായിട്ട് നോക്കിയോ. എ ഷോപ്കീപ്പർ സെൽസ് എ ടേബിൾ ആൻഡ് എ ചെയർ ഫോർ ₹6200 ആൻഡ് ₹2600 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ചെയർ 6200 രൂപക്കും ഒരു ടേബിൾ 6200 രൂപക്കും ഒരു ചെയർ 2600 രൂപക്കും വിറ്റു. അപ്പോൾ എനിക്ക് 10% ലാഭമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 8800 ആണ്. 8800 വിൽക്കുന്ന സമയത്ത് എനിക്ക് 10% ലാഭമുണ്ട്. അതിൻ്റെ അർത്ഥം രണ്ടെണ്ണത്തിനെയും കൂടി ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8000 ആണ്. ക്ലിയർ ആണോ? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8000 ആണ്. അതെനിക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ഞാൻ ടേബിൾ വിൽക്കുന്നത് 6000 രൂപക്കാണ്, ചെയർ വിൽക്കുന്നത് ചെയറിൻ്റെ കോസ്റ്റ് പ്രൈസിനാണ്. ഓക്കെ, ആ സമയത്ത് എനിക്ക് 12.5% ലാഭമുണ്ട്. എനിക്കറിയാം എൻ്റെ കോസ്റ്റ് പ്രൈസ് 8000 ആണ്. 12.5% എന്ന് പറഞ്ഞാൽ 1/8. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ 1/8 ആയ 1000 രൂപയാണ്. അപ്പോൾ ഞാൻ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ അത് രണ്ടെണ്ണം കൂടി രണ്ടാമത്തെ കേസിൽ ഞാൻ വിൽക്കുന്നത് 9000 രൂപക്കാണ്. അതിൽ എനിക്ക് എന്തറിയാം? ടേബിൾ ഞാൻ വിൽക്കുന്നത് 6000-നാണെന്ന് അറിയാം. അപ്പം ബാക്കി ചെയർ ഞാൻ വിൽക്കുന്നത് എത്രക്കായിരിക്കും? 3000-നായിരിക്കും. ഓക്കെ, ഈ കേസിൽ ചെയറിനെ വിൽക്കുന്ന വിലയും ചെയറിൻ്റെ കോസ്റ്റ് പ്രൈസും സെയിം ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ചെയറിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 3000. ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? മനസ്സിലാത്തവരൊന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കേൾക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shopkeeper purchases 15 objects and sells 2/3 part at 30% profit, 1/4 part at 16% profit, and remaining at 12% profit. അപ്പോൾ ഇതൊരു പാർട്ട് പാർട്ടായിട്ടാണ്. ഇത്ര പാർട്ട് ഇത്ര ശതമാനത്തിന് വിറ്റു, വേറെ ഒരു പാർട്ട് ഇത്ര ശതമാനത്തിന് വിറ്റു. ഈ കേസിലൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? പാർട്ട് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 2/3 ഞാൻ യൂസ് വിറ്റത് 30% ലാഭത്തിനാണ്. 1/4 ഓഫ് പാർട്ട് ഞാൻ വിറ്റത് 16% പ്രോഫിറ്റാണ്. 2/3 1/4 കൂട്ടി എത്ര വരാം? 2/3 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 4 × 8 8 + 3 11/12 ആണ്. ബാക്കി എത്ര ഉണ്ട്? 1/12 ഞാൻ വിൽക്കുന്നത് 12% പ്രോഫിറ്റിലാണ്. അങ്ങനെയാണ് എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര വരാം? ഇവിടെ 10, 4, ഇവിടെ 1. അപ്പോൾ 20 + 4 + 1 25% ആണ് എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പം ടോട്ടൽ കോസ്റ്റ് പ്രൈസിൻ്റെ 25% ആണ് 75. അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും? 25 × 4 ആണ്. അപ്പോൾ 75 × 4 എന്ന് പറഞ്ഞാൽ
300 രൂപ. ഈ 300 രൂപ എന്ന് പറയുന്നത് എത്ര ഒബ്ജക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്? 15 ഒബ്ജക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഒന്നിൻ്റെ സി പി എങ്ങനെ കാണും? 300/15 എത്ര? 20. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ സി പി ഓഫ് 1 is equal to 300/15. ഇതാണ് ടോട്ടൽ സി പി ആണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സി പി കാണണമെങ്കിൽ ടോട്ടൽ 300 ആണ് സി പി, 15 ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സി പി എന്ന് പറഞ്ഞാൽ 300/15. ഓക്കെ, 20 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A shopkeeper buys 40 pens at market price of 36 pence. If he sells these pens giving a discount of 1%, find his profit percentage. 40 പെന്ന് വാങ്ങുന്നുണ്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് 36 pence. ഓക്കെ, ഷോപ്പ് കീപ്പർ വാങ്ങുന്നല്ലേ. അപ്പോൾ 40 എണ്ണത്തിൻ്റെ സി പി എന്ന് പറയുന്നത് 36 എണ്ണത്തിൻ്റെ മാർക്കറ്റ് പ്രൈസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സി പി ബൈ എം പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിനെനിക്ക് എന്ത് ചെയ്താം? ക്യാൻസൽ ചെയ്താൽ 9 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 times, സോറി 9 അല്ല, 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 9 times 10 times. അപ്പോൾ സി പി ബൈ എം പി എന്ന് പറഞ്ഞാൽ 9/10. ഓക്കെ, എന്താണ്? ഇഫ് ഹി സെൽസ് ദീസ് പെൻസ് ഗിവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 1%. ഓക്കെ, ഇവിടെ സി പി 9 ആണ്, മാർക്കറ്റ് പ്രൈസ് 10 ആണ്. പക്ഷെ ഞാൻ 1% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 0.1. അപ്പോൾ ഞാൻ എത്രക്കാണ് വിൽക്കുന്നത്? 10 0.1 കുറച്ചാൽ 9.9. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ഡിഫറൻസ് എത്രയാണ്? 0.9/CP ഇൻറ്റു 100. എന്ത് വരും? ഇത് ഈസ് ഈക്വൽ ടു 10%. ക്ലിയർ അല്ലേ? 0.9 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 90. 90/9 എന്ന് പറഞ്ഞാൽ 10%. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ 40 എണ്ണത്തിന് സി പി ഈക്വൽ ടു 36. ഇത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്നില്ല, എല്ലാതെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ സി പി ബൈ എം പി എന്ന് പറഞ്ഞാൽ 9/10. സി പി 9 ആണ്, മാർക്കറ്റ് പ്രൈസ് 10 ആണ്. പിന്നെ പറയുന്നത് ഞാൻ 1% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് നിന്നാണല്ലോ ഡിസ്കൗണ്ട് കൊടുക്കുക ആണ്. അപ്പോൾ 10ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 0.1 കുറയും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 9.9 ആണ്. എൻ്റെ സി പി 9 ആണ്, സെല്ലിംഗ് പ്രൈസ് 9/9 ആണ്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് പറഞ്ഞാൽ 0.9. 0.9/9 ഇൻറ്റു 100 പറഞ്ഞാൽ 10%. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wholesaler gives a discount of 20% on the market price to the shopkeeper, and the shopkeeper sells it to the customer at 5% discount on the market price. If the customer pays ₹171 for an article, find profit made by shopkeeper in rupees. Okay. ഇവിടെ എന്താ സംഭവം? ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ഹോൾസെയിലർ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോപ്പ് കീപ്പർ കസ്റ്റമർക്ക് കൊടുക്കുന്നത് 5% ഡിസ്കൗണ്ട് ഓൺ ദി മാർക്കറ്റ് പ്രൈസ്. ഒക്കെ മാർക്കറ്റ് പ്രൈസിൻ്റെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് മാർക്കറ്റ് പ്രൈസ് 100 എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇതെന്ത് ചെയ്തു? ഹോൾസെയിലർ, ഇത് നമ്മുടെ ഷോപ്പ് കീപ്പറാണ്. ഹോൾസെയിലർ എന്താ ചെയ്തത്? 20% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് ഹോൾസെയിലർ ഷോപ്പ് കീപ്പർക്ക് കൊടുത്തത് എത്ര രൂപക്കാണ്? 20% ഡിസ്കൗണ്ടിൽ 80 രൂപ ആണല്ലോ. ഇനി ഇയാൾ എന്താ ചെയ്തത്? ഷോപ്പ് കീപ്പർ 5% ഡിസ്കൗണ്ട് ഓൺ ദി മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. സോറി 100 ആണ്. അപ്പോൾ 100ന് 5% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 95-നാണ് വിറ്റത്. ഷോപ്പ് കീപ്പറുടെ സി പി എന്ന് പറയുന്നതാണ്, ഷോപ്പ് കീപ്പറുടെ എസ് പി ഇതാണ്. ക്ലിയർ ആണോ? എന്താണ്? ഇഫ് ദ കസ്റ്റമർ പേസ് ₹171 ഫോർ ആൻ ആർട്ടിക്കിൾ. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കൊടുക്കുന്നത്, ഇതിപ്പോൾ റേഷ്യോയിൽ എടുത്തു, നമ്മൾ ചുമ്മാ 100 യൂണിറ്റ് എടുത്തല്ലേ. അപ്പോൾ സി പി എന്ന് പറഞ്ഞാൽ 50 യൂണിറ്റ് ആണ്, ഇത് 95 യൂണിറ്റ് ആണ്. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്ത് എന്ത് വരും? ഇതിന് ഞാൻ 5 വെച്ച് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 16, ഇതിലെത്ര ഉണ്ട്? 90. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സി പി, ഇതാണ് എൻ്റെ എസ് പി. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 16 യൂണിറ്റ് ആണ് സി പി, 19 യൂണിറ്റ് ആണ് എസ് പി. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്ര യൂണിറ്റ് ആണ്? 3 യൂണിറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇയാൾ 171 രൂപക്കാണ് വാങ്ങിയത് കസ്റ്റമർ. അപ്പോൾ ഇയാളെ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ ഷോപ്പ് കീപ്പറെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 170 ആണ്. ഓക്കെ, അപ്പോൾ 19 171 എത്ര ഗുണിച്ചതാ? 9 ആണ്. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? അല്ലേ, 19 യൂണിറ്റ് എന്ന് പറയുന്നത് 171 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 9 ആണ്. അപ്പോൾ 3 യൂണിറ്റ് എത്ര? 3 × 9 = 27 rupees ആണ് എൻ്റെ പ്രോഫിറ്റ്. ഞാൻ ഇവിടെ കോസ്റ്റ് പ്രൈസ് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം എനിക്കിത് പ്രോഫിറ്റ് അറിഞ്ഞാൽ മതി. ഇതൊക്കെ യൂണിറ്റ് ആണ്. ഇത് 16 യൂണിറ്റ്, ഇത് 19 യൂണിറ്റ്. 19 യൂണിറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എഴുതണം, ഇങ്ങനെ എഴുതാം. 19 യൂണിറ്റ് വാല്യൂ 171 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 171/19 = 9 ആണ്. അങ്ങനെ ഇതിൻ്റെ ആവശ്യം നമുക്ക് ഡയറക്റ്റ് മനസ്സിലാവില്ലേ? ഓക്കെ,
ഇപ്പോൾ 9 ആണ് ഒരു യൂണിറ്റ്. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 9 ആണെങ്കിൽ 3 യൂണിറ്റ് എന്തായിരിക്കും? 3 × 9 = 27 rupees. സിമ്പിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റത്തെ ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് രണ്ടാളും ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതോടെ കൂടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അവർക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും വീഡിയോസ് 14 ക്ലാസ്സുകളാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന് എടുത്തത്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അതായത് 1 മുതൽ 14 വരെ വീഡിയോസ് കണ്ടവർ അവരുടെ ഹോണസ്റ്റായ ഒപ്പീനിയൻ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.